നമ്മളിപ്പോൾ പോകുന്നത് ഫ്രൈഡേ മാർക്കറ്റിലാണ് കുവൈറ്റിൽ. വെള്ളിയാഴ്ച ചന്ത. മുമ്പ് 1998 ഈ സംഭവം ഇവിടെ ഉണ്ട്. പക്ഷെ അന്നൊന്നും ആൾക്കാരങ്ങനെ ശ്രദ്ധിക്കപ്പെടാ ഒന്നും ചെയ്തിട്ടില്ല. ആൾക്കാരങ്ങനെ പോയി. ഇവിടെ നമുക്ക് നമ്മുടെ നാട്ടിലെന്താണ് ഒരു വ്യാഴാഴ്ച ആൾക്കാർ പല സ്ഥലത്തുനിന്ന് ആൾക്കാർ വന്ന് വിൽക്കുകയും വാങ്ങുകയും ചെയ്യില്ലേ നമ്മുടെ നാട്ടിൽ കുറേ കർഷകരുകൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സെയിം അതുപോലെ തന്നെയാണ് ഇത്. യുദ്ധം കഴിഞ്ഞപ്പോൾ നടത്താൻ ഏറ്റെടുക്കുകയാണ് ഒരു ഗ്രൂപ്പ്. അവരാണ് ഇതിപ്പോൾ ഷട്ടറൊക്കെ ഉണ്ടാക്കിയിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആ ഒരു ടീമാണ്. എസ്റ്റാബ്ലിഷ്ഡ് ആണ് സംഭവം. യെസ്. വ്യാഴം വെള്ളി ശനിയാഴ്ച അന്നാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത്. കുവൈറ്റീസ് അടക്കം എല്ലാവരും വന്നിട്ട് ഇവിടുന്ന് വരുന്നത് ആ ഒരു രാവിലെ 8:30 മുതൽ രാത്രി ഒരു 10 o'clock 10:30 വരെ ഉണ്ടാവും. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനം ഈ ഫ്രൈഡേ മാർക്കറ്റിൽ നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ ഫ്രൈഡേ മാർക്കറ്റ് അല്ലേ വിക്ക്? ഇതാണ് നമ്മുടെ ആർ സി ലെമനേഡ്. ഇത് കുവൈറ്റിൽ വളരെ ഫേമസ് ആയ ഒരു സാധനമാണ്. ഒരു ഓപ്പൺ മാർക്കറ്റാണ്. നമ്മുടെ VK കൂടിയുണ്ട്. ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു ചന്തകളുടെ കൂട്ടായ്മയാണ്. പച്ചപ്പരിഷ്കാരി, ചുവന്ന പരിഷ്കാരി. സോ എന്താണ് VK ഈ ഫ്രൈഡേ മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയൊരു യുണീക്ക് സെല്ലിംഗ് പോയിന്റ് USP വരുന്നത്? ചീപ്പായിട്ട് നമുക്ക് നല്ല സാധനങ്ങൾ ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ നമ്മൾ പറ്റിക്കപ്പെടും. ഫ്രൈഡേ മാർക്കറ്റിൽ വന്നാൽ ചില ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ കൊണ്ടുപോകും. വീട്ടിൽ എത്തുമ്പോൾ 2 ദിവസം ഉണ്ടാവും. തിരിച്ച് കൊണ്ടുവരലൊന്നും റീഫണ്ടൊന്നുമില്ല. നമ്മുടെ റിസ്കിലെടുക്കുന്ന സംഭവങ്ങളാണ് അവർ. ചിലപ്പോൾ ഫർണിച്ചറൊക്കെ നല്ല ഫർണിച്ചറൊക്കെ ചിലപ്പോൾ കിട്ടും, ചെറിയ വെച്ച് കിട്ടും. കൂടുതൽ ആൾക്കാർ മാറ്റ് എടുക്കാനും ഇതിനൊക്കെയാണ് ഇവിടെ കൂടുതൽ ആൾക്കാർ വരുന്നത്. മാറ്റ് ഫ്ലോർ മാറ്റൊക്കെ നല്ല ഫ്ലോർ മാറ്റ് നല്ല ക്വാളിറ്റി കിട്ടും. പുറത്ത് നല്ല വില കൂടുതലുള്ള സാധനം ഇവിടെ ചീപ്പ് റേറ്റിന് കിട്ടും. വാങ്ങിക്കാന്നുള്ളത് മാത്രമല്ല, നമുക്ക് സെയിൽ ചെയ്യാനും പറ്റും. ഇവിടെ നമുക്കിവിടെ കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു സാധനം നമുക്ക് ഇവിടെ കൊടുക്കാനും പറ്റും. അതിനുള്ള ഓപ്ഷനും ഇതിനകത്തുണ്ട്. കാര്യത്തെക്കുറിച്ചൊരു ബോധ്യമാണ് അല്ലേ? അതിൻ്റെ റേറ്റ് അറിയണം, അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചൊരു അറിവ് വേണം. എന്നിട്ട് വേണം ഇവിടെ നിന്ന് നെഗോഷിയേറ്റ് ചെയ്യേണ്ടത്. എത്ര നന്നായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ല രീതിയിൽ നമുക്ക് റേറ്റ് കുറഞ്ഞിട്ട് സാധനം പർച്ചേസ് ചെയ്യാം. നമ്മുടെ ഫ്രൈഡേ മാർക്കറ്റ് എക്സ്പ്ലോറിംഗ് ആയിരുന്നു. നല്ല ക്രൗഡ് ഉണ്ട് ഇന്ന്. നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ കാണാൻ പറ്റി. കൂടുതൽ പർച്ചേസ് ചെയ്യാനൊന്നും പറ്റിയില്ല. നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊന്നും കൂടുതൽ ഉണ്ടായിട്ടില്ല. പക്ഷെ നല്ലൊരു സംഭവമാണ് ഫ്രൈഡേ മാർക്കറ്റ്. തൃപ്തനാണ്. സോ VK തൃപ്തനാണ്. തീർച്ചയായിട്ടും വലിയൊരു ഗാലറി പോലെയുള്ള ഏരിയാസാണ്. ബഹുലമായ ഫ്രൈഡേ മാർക്കറ്റ്. നമ്മൾ സാറ്റർഡേ ആണ് ഫ്രൈഡേ മാർക്കറ്റ് കണ്ടെന്നുള്ള 5% ആൾക്കാർ പർച്ചേസിനല്ല, അവർ ജസ്റ്റ് ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരാണ്.